ഹലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനെന്തായാലും രാവിലത്തെ എല്ലാ പണിയും ഒതുക്കി വെച്ചിട്ട് ഒരു 11:30-12 മണിയാകുമ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ കുട്ടിയുടെ കൂടെ എൻ്റെ കുട്ടീനെ കളിപ്പിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അവനാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഓർമ്മ വരുമ്പോഴും രാവിലെ എണീക്കുമ്പോഴൊക്കെ ഇങ്ങനെ കരച്ചിലാണ് അവളുടെ കൂടെ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ പിന്നെ ഞാനും അവനും മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് വല്ലാതെ ബോറടിക്കുന്നുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഹസ്ബൻഡിന് പണിയുള്ളത് കൊണ്ട് എന്നെ എൻ്റെ വീട്ടിലാക്കിയിട്ട് ആൾ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ പോകാനായിട്ട് നിൽക്കുന്നത്. പിന്നെ എൻ്റെ അമ്മൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ പോകാൻ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ കയ്യിൽ കുറച്ച് ചെടിയും പിന്നെ കുറച്ച് വിത്തൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അവിടെ പോയിട്ട് ചെടി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആളുടെ പ്ലാന്. പോകുന്ന വഴിക്ക് കടിയുടെ കട കണ്ടപ്പോൾ കയറിയിട്ട് മുട്ട ബജ്ജി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മാത്രം വാങ്ങിയില്ല കേട്ടോ, വേറൊന്നും വാങ്ങിയില്ല. പിന്നെ എൻ്റെ കുട്ടിക്കാണെങ്കിൽ മുട്ട ബജ്ജി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൻ കടയിൽ കയറിയപ്പോൾ തന്നെ അമ്മ മുട്ട ബജ്ജി വാങ്ങുന്ന അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കടിയൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ തൊട്ടടുത്ത കടയിൽ പോയിട്ട് പലചരക്ക് ഐറ്റംസ് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലും പിന്നെ കുറച്ച് സ്നാക്ക് ഐറ്റം ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കട എനിക്ക് നല്ല പരിചയമുള്ള ഒരു കടയാണ്. ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കോളേജിലാണ് കേട്ടോ പഠിച്ചത്. അവിടെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈവനിംഗ് ഒക്കെ ആവുന്ന സമയത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഫുള്ള് ഈ ഒരു കടയിലാണ് കേട്ടോ കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വരാറ്. എൻ്റെ വല്യമ്മൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കോളേജ്. അങ്ങനെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വല്യമ്മൻ്റെ വീട്ടിൽ പോണതിൻ്റെ വഴിയിൽ തന്നെ നല്ലോണം അങ്ങനെ നെൽകൃഷിയാണ് കേട്ടോ. പിന്നെ വീട്ടിൻ്റെ ബാക്ക് സൈഡൊക്കെ അങ്ങനെ നെല്ലിൻ്റെ കൃഷിയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ എന്തായാലും രാത്രി സമയത്തൊക്കെ നല്ലോണം സൂക്ഷിച്ചാണ് ഈ ഒരു ഭാഗത്ത് വരാൻ. കാട്ടുപന്നിയൊക്കെ വരും രാത്രി സമയത്ത്. അതിൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് നമ്മൾ രാത്രി സമയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണില്ലേ, നല്ല ഫുൾ അങ്ങനെ പച്ചയായിട്ടുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ വല്യമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ അമ്മൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവളുടെ കൂടെ ചേർന്നിട്ട് പിന്നെ സൈക്കിൾ ഓട്ടാൻ തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഓട്ടിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നിട്ട് വല്യമ്മ ചായയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് അച്ഛനും അമ്മയും പിന്നെ കടിയൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയാണെങ്കിൽ വന്നതും അമ്മൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. വരുമ്പോൾ തന്നെ വരുമ്പോൾ കയ്യിൽ കുറച്ച് ചെടിയും വിത്തൊക്കെ കൊണ്ടിട്ടാണല്ലോ വന്നത്. അപ്പോൾ വന്നതും ബാക്കിൽ പോയിട്ട് ആ ഒരു വിത്തും പിന്നെ ചെടിയൊക്കെ അവിടെ കുഴിച്ചിടലാണ് ആളുടെ പരിപാടി. അപ്പോൾ എന്തായാലും ഞാനത് കാണാൻ പോകാമെന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും അമ്മ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറ്റാർവാഴ ഇങ്ങനെ നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ അതിലിങ്ങനെ പൂവൊന്ന് കാണുന്നത്. പിന്നെ കുറച്ച് റോസിൻ്റെ ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ചെടിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മ കുറച്ച് ചെടിയൊക്കെ അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വള്ളി ചെടി കേട്ടോ, ഇതിന് പെരണ്ട എന്നാണ് ഇവിടെ പറയാം കേട്ടോ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ പറയാം. ഇത് വെച്ചിട്ട് ചട്നിയൊക്കെ ഉണ്ടാക്കും. പെരണ്ട തുകയിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പം ഇതിൻ്റെ മലയാളത്തിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് കേട്ടോ, അമ്മ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്തൊക്കെയോ ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ കൂടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കളിക്കും. പിന്നെ അവരുടെ നോക്കിയിരിക്കലും അവരുടെ ബാക്കിൽ ഓടലും പിടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. വൈകുന്നേരം നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞാനും അച്ഛനും കൂടിയിട്ട് ഇറങ്ങിയതാണ്. അറിയാതെ ബാക്ക് കൂടിയാണ് കേട്ടോ ഞാനിങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞാൽ വന്നത്. എൻ്റെ മോൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ വിടില്ല കേട്ടോ, കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വാശിയായിരിക്കും. അപ്പോൾ എന്തായാലും തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിയില്ല, കടയ്ക്ക് വരുന്ന കൂപ്പിടഞ്ഞണ്ണ.
പിന്നെ തൊട്ടടുത്ത് തന്നെ പച്ചക്കറിയുടെ കടയുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ കയറിയിട്ട് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിരുന്നു. മല്ലിയില, പുതിന, പിന്നെ തക്കാളി, പിന്നെ ക്യാരറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീടെത്തി നോക്കിയപ്പോൾ അമ്മയാണെങ്കിൽ ചിക്കൻ കറി വെക്കാനുള്ള എല്ലാ പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് ഇന്ന് നെയ്ച്ചോറ് വെക്കാൻ പോകുന്നത്. അമ്മ പിന്നെ ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞു. വല്യമ്മയാണെങ്കിൽ എല്ലാം അരിഞ്ഞു തരലും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ച് കൊടുക്കൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. റോസിൻ്റെ ബ്രാൻഡ് ആ ഒരു അരിയാണ് കേട്ടോ വാങ്ങിയിരുന്നത്. എനിക്കാണെങ്കിൽ ആ റോസ് ബ്രാൻഡിൻ്റെ അരിയാണെങ്കിൽ കറക്റ്റ് വെള്ളത്തിൻ്റെ ലെവൽ അറിയാം. വേറെ ഏതെങ്കിലും അരിയാണെങ്കിൽ എനിക്ക് കറക്റ്റ് കിട്ടില്ല കേട്ടോ, മാറിപ്പോവും. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും, അല്ലെങ്കിൽ കുറഞ്ഞു പോവും. ഇതാകുമ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു അരിയാണ് വാങ്ങിയത്. சரியானല്ലോ ചട്ടി സെൻട്രലതാ വെച്ചിരിക്കുന്നത്. 3 പാത്രമല്ല 4 ഊത്ത് 3 ഊത്തിയിട്ടുണ്ട്. 3 ഊത്ത് മതി ഊത്ത്. ശരി ഉപ്പുണ്ടാവാ. അങ്ങനെ നെയ്ച്ചോറൊക്കെ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. മേലെ ദമ്മ് വെക്കണം. അപ്പോൾ എന്തായാലും അമ്മ ചിക്കൻ കറിയൊക്കെ ഒന്ന് താളിച്ച് വിട്ടിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് മേലെ ദമ്മ് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്തായാലും ചിക്കൻ കറിയൊക്കെ അങ്ങനെ താളിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്യാപ്പിൽ ഞാൻ ചൂടുവെള്ളമൊക്കെ താളിച്ചിട്ട് ചൂടുവെള്ളമൊക്കെ മേലെ ചൂടാക്കിയിട്ട് മേലെ വെച്ചിട്ട് അങ്ങനെ ദമ്മൊക്കെ സെറ്റാക്കി വെച്ചു. രണ്ടുപേരും ചണ്ട കെട്ടണ വെറുതെ. ഫൈനലി ദമ്മൊക്കെ പൊട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ ഇത് കുറച്ച് കൂടുതൽ 2 കിലോ അരി ഇട്ടിട്ടാണ് വെച്ചത്. അപ്പോൾ എനിക്ക് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മനെ വിളിച്ചിട്ട് അമ്മനെ ഇളക്കാനായിട്ട് ഹെൽപ്പിന് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ട് ഫുള്ളായിട്ട് എല്ലാം നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ മെല്ലെ മെല്ലെ കുറച്ച് കുറച്ചായിട്ട് എല്ലാം ഇളക്കിയിട്ട് എല്ലാം സെറ്റാക്കി കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മുന്തിരി പൊട്ടില്ല, അണ്ടിപ്പരിപ്പ് ആ ഇത്തിരി தான் വാങ്ങിച്ചത്. മുന്തിരി പോടക്കൂടാതെ. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഒന്നാമത് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടോ എല്ലാം കഴിയുമ്പോഴേക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അനിയൻ ലീവിനായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ നേരെ വല്യമ്മൻ്റെ വീട്ടിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല ഫുഡിൻ്റെ എന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കുന്ന സമയത്ത് എടുക്കായിരുന്നു. ആകെ മൊത്തം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. അപ്പോൾ ഞാൻ സൈഡായി. ഇവനാണെങ്കിൽ അവൻ ഇനി സൈഡാവാനായിട്ടില്ല കേട്ടോ. അവനാണെങ്കിൽ നല്ല എനർജിയാണ്. ഇല്ലെങ്കിൽ അവൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ കളിക്കാനൊന്നും കുട്ടികളില്ലാത്തതുകൊണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ കളിക്കാൻ ആൾ കിട്ടിയത് കൊണ്ട് ആൾ ഫുള്ള് കളിയാണേ. പിന്നെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് ഞാനും എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ചെറുപ്പത്ത് ഞങ്ങൾ ഈ ഡാൻസൊക്കെ കളിക്കുന്ന സമയത്ത് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ അത് ഇവിടെ വല്യമ്മയുടെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണുന്ന മൊത്തം എൻ്റെ ചേച്ചിയുടെ പരിപാടിയാണ് കേട്ടോ. ഫുള്ള് ഇതിൽ കാണുന്ന മൊത്തം കീ ചെയിനാണ്. ഇതിലെന്തായാലും 100-200 കീ ചെയിൻ എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മെല്ലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30 ആയിട്ടോ. അപ്പോൾ അനിയത്തിനെയും കൂടി വിളിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.